പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ പരിശുദ്ധ നാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഒരു പ്രഭാതം കൂടെ കാണുവാൻ ദൈവം നമുക്ക് നൽകിയ വിലപ്പെട്ട അവസരത്തിനായി സ്തോത്രം. ഇത് പ്രഭാത സന്ദേശം. ഞാൻ പാസ്റ്റർ KP പിൻഡോ മസ്കറ്റ്. നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ ആയുസ്സിൽ ദൈവം നമുക്ക് തരുന്ന ഓരോ ദിവസവും അതേറ്റവും വിലപ്പെട്ടതാണ്. നാം ഒന്നുകൂടെ നോക്കിയാൽ നമ്മുടെ ആയുസ്സിനോട് ഓരോ ദിവസം കൂടുന്തോറും, ഓരോ വയസ്സ് കൂടുന്തോറും, മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ നാം നമ്മുടെ ഈ ആയുസ്സിൽ നിന്ന് യാത്ര പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഒന്നുകൂടെ എടുത്തു പറഞ്ഞാൽ, ഒരു ദൈവത്തിനെ സംബന്ധിച്ചിടത്തോളം അവൻ ദൈവരാജ്യത്തോട് അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഈ പ്രഭാതത്തിൽ ദാവീദിൻ്റെ ഒരു പ്രാർത്ഥന, 4-ാം സങ്കീർത്തനം അതിൻ്റെ 1-ാം വാക്യത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നു: എൻ്റെ നീതിയായ ദൈവമേ, ഞാൻ വിളിക്കുമ്പോൾ ഉത്തരമരുളണമേ. ഞാൻ ഞെരുക്കത്തിൽ ഇരുന്നപ്പോൾ നീ എനിക്ക് വിശാലത വരുത്തി. എന്നോട് കൃപ തോന്നി എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ. വിശുദ്ധനായ ഇസ്രായേലിൻ്റെ 2-ാം രാജാവായിരുന്ന ദാവീദ് പറയുകയാണ്, എൻ്റെ നീതിയായ ദൈവമേ. താൻ ദൈവത്തെ സല്യൂട്ട് ചെയ്യുന്നത്, ദൈവത്തെ അഭിസംബോധന ചെയ്യുന്നത് എത്ര ശ്രേഷ്ഠമാണ്. വളരെ ചിന്തിക്കേണ്ടതായിരിക്കുന്ന ഒരു കാര്യം കൂടിയാണ്. എൻ്റെ നീതിയായ ദൈവമേ. നമ്മുടെ ദൈവം നീതിമാനായ ദൈവമാണ്. ഈ കാലഘട്ടങ്ങൾ നമ്മൾ പഠിച്ചു നോക്കിയാൽ നീതിപീഠങ്ങളും ഒക്കെ അനീതിക്ക് കൂട്ടു നിൽക്കുമ്പോൾ, സർവശക്തനായ ദൈവത്തെക്കുറിച്ച് ദാവീദ് പറയുന്നു, എൻ്റെ നീതിയായ ദൈവമേ. ഈ പ്രഭാതത്തിൽ നമുക്കിങ്ങനെ ദൈവത്തോട് പറയാം, എൻ്റെ നീതിയായ ദൈവമേ, ഞാൻ വിളിക്കുമ്പോൾ ഉത്തരമരുളണമേ. ലോകത്തിൽ നമുക്ക് നീതി ലഭിക്കേണ്ട സ്ഥാനങ്ങളിലൊക്കെ നമുക്ക് പലയിടങ്ങളിലും നീതി ലഭിക്കാതിരിക്കുമ്പോൾ, നമുക്ക് നീതി തരുന്ന, നമുക്ക് വേണ്ടി നീതി പ്രവർത്തിക്കുന്ന ഒരിടം മാത്രമേ ഉള്ളൂ. അത് സർവശക്തനായ ദൈവത്തിൻ്റെ സന്നിധിയിൽ മാത്രമാണ്. ഈ രാവിലെ നമുക്കിങ്ങനെ പ്രാർത്ഥിക്കാം: എൻ്റെ നീതിയായ ദൈവമേ, ഞാൻ വിളിക്കുമ്പോൾ ഉത്തരമരുളണമേ. നീതി പ്രവർത്തിക്കുന്ന, നീതി മാത്രം കൈമുതലുള്ള നീതിമാനായ ദൈവത്തിൻ്റെ സന്നിധിയിൽ വരുന്ന ഏതൊരു വ്യക്തിയും അവന് നീതി ലഭിക്കും എന്ന ഒരു സത്യം നമുക്ക് ഈ വചനത്തിൽ കാണുവാൻ കഴിയുന്നു. ഈ പ്രഭാതത്തിൽ, നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ദിവസത്തിൻ്റെ തുടക്കത്തിൽ, നമ്മുടെ തുടർന്നുള്ള ഈ പകലിലെ യാത്രയിൽ പലയിടങ്ങളിലും നമുക്ക് നീതി ലഭിക്കേണ്ടതുണ്ട്, നമുക്ക് അനുഗ്രഹം ലഭിക്കേണ്ടതുണ്ട്. ഇന്ന് പകൽ നമുക്കിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് തുടങ്ങാം: എൻ്റെ നീതിയായ ദൈവമേ, ഞാൻ വിളിക്കുമ്പോൾ ഉത്തരമരുളണമേ. വിളിക്കുമ്പോൾ നീതിയായി ഉത്തരം തരുന്ന ഒരു നീതിമാനായ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് ഈ പ്രഭാതത്തിൽ നമുക്ക് ഏൽപ്പിക്കാം. നമ്മുടെ ജീവിതത്തിൽ ആമേൻ, ദൈവം നീതിമാനായി തമ്മേ നിൽക്കട്ടെ. മറുഭാഗം നാം നോക്കുമ്പോൾ ആമേൻ അനീതികൾ നമ്മുടെ മുമ്പിൽ കാണുമ്പോൾ, അനീതിയായതൊക്കെ കാണുമ്പോൾ നാം അതിൽ ഭാരപ്പെടാതെ, പലപ്പോഴും നമുക്ക് നീതി ലഭിക്കാതിരിക്കുമ്പോൾ വേദനിക്കുകയും ഭാരപ്പെടുകയും ചെയ്യുന്ന അനേക അനുഭവങ്ങളുണ്ട്. എന്നാൽ പ്രഭാതത്തിലും ഇങ്ങനെ പ്രാർത്ഥിച്ച് തുടങ്ങാം: എൻ്റെ നീതിയായ ദൈവമേ. ഒരു നിമിഷം നമ്മുടെ കണ്ണുകളെ അടയ്ക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ ദൈവമേ, സ്വർഗീയ പിതാവേ, ഈ പ്രഭാതത്തിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതം ഞങ്ങൾ തന്നതിനായി സ്തോത്രം. ഈ പ്രഭാതത്തിൽ അവിടുന്ന് നീതിമാനായ ദൈവമാണെന്ന് കേൾപ്പാൻ ഞങ്ങൾക്കിടയായല്ലോ. എൻ്റെ നീതിയായ ദൈവമേ, ഞാൻ വിളിക്കുമ്പോൾ ഉത്തരം അല്ലണമേ എന്ന് വായിക്കുന്നത് പോലെ ഞങ്ങളുടെ പ്രാർത്ഥനാ ശബ്ദം കേട്ട് ഞങ്ങൾക്ക് വേണ്ടി നീതി പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ട് എന്ന ഉറപ്പോടുകൂടെ മുന്നോട്ട് യാത്ര പോകാൻ ഞങ്ങളെല്ലാവരെയും സഹായിക്കണമേ. ആമേൻ. എല്ലാവരെയും അങ്ങനെ നാമം ചൊല്ലി അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടുകൊണ്ട് സ്തോത്രം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. God bless you all. സ്തോത്രം.